അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്രോണിനൊക്കെ ഞാൻ ശരിക്കും നേരിട്ട് കണ്ടെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, എടാ ഡ്രോണിന് പവർ ഉണ്ടോ എന്ന്. അപ്പോൾ അവൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ആ ഡ്രോണിന് പവറൊക്കെ ഉണ്ട്. മിസൈലുകൾ പ്രതിരോധിച്ച് അബുദാബി. UAE അബുദാബിയിൽ വീണ്ടും മിസൈൽ പ്രതിരോധനം, വീണ്ടും മിസൈലും ഡ്രോണും ആക്രമണങ്ങളും നടന്നുകൊണ്ടിരിക്കുകയാണ്. പശ്ചിമേഷ്യയിൽ ചെറിയ ഒരു ശാന്തി ഉണ്ടായിരുന്നു. വീണ്ടും ന്യൂസുകളിൽ കാണാനിടയായി അബുദാബിയിൽ വീണ്ടും മിസൈലും ഡ്രോണും ഒക്കെ ഡിഫെൻഡ് ചെയ്തു എന്ന് പറഞ്ഞു കണ്ടു അല്പസമയം മുമ്പ് ന്യൂസിൽ കാണാനിടയായി. അതുകൊണ്ടാണ് ഇപ്പോൾ ഞാൻ ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചത്. ഈ യുദ്ധം ഇങ്ങനെ തുടരുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഗൾഫിലുള്ള സുഹൃത്തുക്കളുടെ ഒരു മാനസികാവസ്ഥ വളരെയധികം പ്രയാസമാണ്. എല്ലാ കുടുംബത്തിലും 1-2 ആളുകൾ പ്രവാസികളായിട്ടുണ്ടാവും. പിന്നെ പ്രവാസ ജീവിതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഒരു പ്രയാസപ്പെട്ട ഒരു ജീവിതമാണ്. കാരണം അവരുടെ സ്വപ്നങ്ങൾ പൂവണിയാൻ വേണ്ടി പ്രവാസ ജീവിതം അനുഭവിച്ചവർക്കറിയാം ഇത്തരം ഒരു സാഹചര്യത്തിൽ കൂടെ അതിജീവിക്കുക എന്നുള്ളത് വളരെ മാനസികപരമായിട്ട് വളരെയധികം പ്രയാസം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ്. ഞാൻ ദുബായിലായിരുന്നു. അപ്പോൾ എൻ്റെ കൂട്ടുകാരുടെ അടുത്തൊക്കെ ഞാൻ മെസ്സേജ് അയച്ച് ചോദിച്ചു, സേഫ് ആണോ, ഓക്കെ അല്ലേ, എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങളൊക്കെ. ഫസ്റ്റ് 2 ദിവസങ്ങളൊക്കെ ഭയങ്കര ഭീതിയിലായിരുന്നു, പേടിയിലായിരുന്നു എല്ലാവരും. പുറത്ത് ചിരിച്ച് നടക്കുന്നുണ്ടെങ്കിലും കൂടിയിട്ട് ഉള്ളിൽ അവർക്ക് പേടിയായിരുന്നു. കാരണം ഡ്രോണും മിസൈലും ഒക്കെ ആകാശത്ത് കൂടെ ആകാശത്ത് കൂടെ ഒക്കെ സഞ്ചരിക്കുന്നത് കാണുന്നതും സൗണ്ട് കേൾക്കുന്നതും പുകയും സ്മോക്കും കാര്യങ്ങളൊക്കെ കാണുമ്പോൾ എല്ലാവർക്കും പേടിയാവില്ല. ഏത് സമയത്താണ് നമ്മൾ നമുക്ക് എങ്ങനെ കടന്ന് ഉറങ്ങാൻ കഴിയും സമാധാനപരമായിട്ട്? കിടന്ന് നമുക്ക് ഉറക്കം വരില്ല. അപ്പോൾ ഞാൻ എൻ്റെ ഒരു ചങ്കിനെ വിളിച്ചു. അപ്പോൾ അവൻ ബഹ്റൈനിലാണ് വർക്ക് ചെയ്യുന്നത്. ഞാൻ അവനോട് ചോദിച്ചു, അവിടെ എങ്ങനെയുണ്ടടാ, ഓക്കെ ആണോ, സേഫ് അല്ലേ, പ്രശ്നങ്ങളൊന്നും ഇല്ലല്ലോ? അപ്പോൾ അവൻ പറഞ്ഞു ഇന്ന് ഓക്കെ, കുഴപ്പങ്ങളൊന്നുമില്ല. അപ്പോൾ അവൻ എൻ്റെ അടുത്ത് പറഞ്ഞു ഡ്രോണിനൊക്കെ ഞാൻ ശരിക്കും നേരിട്ട് കണ്ടെന്ന്. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് ഒരു ചോദ്യം ചോദിച്ചു, എടാ ഡ്രോണിന് പവർ ഉണ്ടോ എന്ന്. അപ്പോൾ അവൻ ചിരിച്ചും കൊണ്ട് പറഞ്ഞു, ആ ഡ്രോണിന് പവറൊക്കെ ഉണ്ട്. അപ്പോൾ അവരുടെ മനസ്സിലുള്ള ആ ഒരു പേടി, ആ ഒരു ആദി കണ്ടോ? കാരണം അവർ ബഹ്റൈനിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല അറ്റാക്ക് നടന്നൊരു സ്ഥലമാണ്. ഇപ്പോൾ കൂടുതലും അറ്റാക്ക് നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുവൈത്തിലാണ്. അപ്പോൾ ദോഹയിലാണ് കണ്ടത്. ഖത്തർ ദോഹ തോന്നുന്നു. അവിടെ നല്ല അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. ന്യൂസുകളിലൊക്കെ എപ്പോഴും വരുന്നുണ്ട്. അങ്ങനെ ഇപ്പോൾ അബുദാബിയിൽ ഒരു എന്തോ പ്രതിരോധിച്ചു എന്ന് പറയാണ്ട് ഇപ്പോൾ മീഡിയ വണ്ണിൽ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ആ വാർത്ത നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം. ഇനി പശ്ചിമേഷ്യൻ സംഘർഷത്തിലേക്കാണ്. UAEക്ക് നേരെ ഇറാന്റെ കനത്ത ആക്രമണം. അബുദാബിയിൽ നിരവധി മിസൈലുകളും ഡ്രോണുകളും എത്തി ശക്തമായി പ്രതിരോധിക്കുന്നുവെന്ന് മന്ത്രാലയം അറിയിച്ചു. വിവരങ്ങളുമായി ഷിനോജ് ഷംസുദ്ദീനാണ് ചേരുന്നത്. ഷിനോജ, UAEക്ക് മേൽ ശക്തമായ ആക്രമണം തുടരുകയാണോ ഇറാൻ? ദിവ്യ, ഇപ്പോഴും വലിയ ആക്രമണം തുടരുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നത്. അബുദാബി നിവാസികളും ഇക്കാര്യം സ്ഥിരീകരിക്കുന്നുണ്ട്. ആകാശത്ത് നിരവധി മിസൈലുകളും ഡ്രോണുകളും പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ശക്തമായ പ്രതിരോധം UAE സേന തീർക്കുന്നുമുണ്ട്. ഇന്നത്തെ കണക്കനുസരിച്ച് UAE പ്രതിരോധ മന്ത്രാലയം പറയുന്നത് 16 പേർക്ക് കഴിഞ്ഞ ദിവസങ്ങളിലെ ആക്രമണങ്ങളിൽ പരിക്കേറ്റിട്ടുണ്ട്. പക്ഷേ കഴിഞ്ഞ 3 ദിവസമായി ജീവാപായങ്ങളൊന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. ഇതുവരെ 98 പേർക്ക് പരിക്കേറ്റതായിട്ടാണ് പ്രതിരോധ മന്ത്രാലയം അറിയിച്ചിട്ടുള്ളത്. ഇന്ന് രാത്രിയിലും അബുദാബി മേഖലയിൽ ശക്തമായ ആക്രമണം തുടരുന്നു എന്നാണ് പ്രതിരോധ മന്ത്രാലയം തന്നെ സ്ഥിരീകരിക്കുന്നത്. ദിവ്യ, ശരി, എന്തായാലും നിരവധി ഡ്രോണുകൾ, മിസൈലുകൾ എത്തുകയാണ്. UAEക്ക് നേരെയാണ് ഇപ്പോൾ ഇറാന്റെ കനത്ത ആക്രമണം നടക്കുന്നത്. ഷിനോജ, നോക്കൂ, ഈ UAEയിൽ എവിടങ്ങളിലൊക്കെ ആയിട്ടാണ് ഈ രീതിയിലുള്ള ആക്രമണങ്ങൾ ഉണ്ടായതായി ഇപ്പോൾ റിപ്പോർട്ടുകൾ വരുന്നത്? കഴിഞ്ഞ രാത്രിയിൽ ദുബൈക്ക് നേരെയും ആക്രമണം ഉണ്ടായിരുന്നു. ഇക്കാര്യങ്ങൾ ദുബൈ മീഡിയ ഓഫീസും അതേപോലെ തന്നെ അബുദാബിക്ക് നേരെ നടക്കുന്ന ആക്രമണം ഇപ്പോൾ പ്രതിരോധ മന്ത്രാലയവും സ്ഥിരീകരിക്കുന്നുണ്ട്. നിരവധി ഡ്രോണുകളെയും അതേപോലെ തന്നെ മിസൈലുകളെയും നേരിട്ടുകൊണ്ടിരിക്കുകയാണ് എന്നാണ് പ്രതിരോധ മന്ത്രാലയം അറിയിക്കുന്നത്. ഫൈറ്റർ ജെറ്റുകളും ഈ പ്രതിരോധത്തിൽ നേരിട്ട് പങ്കെടുക്കുന്നതായും മന്ത്രാലയം വ്യക്തമാക്കിയിട്ടുണ്ട്. ഫൈറ്റർ ജെറ്റുകളും ഇതിനകത്ത് വന്നിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. 6ാം ദിനവും യുദ്ധം രൂക്ഷമാവുക തന്നെയാണ്. ഇറാൻ ഇത്രയധികം പിടിച്ചു നിൽക്കണം എന്നുണ്ടെങ്കിൽ ഇറാൻ അത്രമേൽ അധികം അവർ സമ്മർദ്ദം ചെലുത്തുന്നുണ്ട് ഇസ്രായേൽ, അമേരിക്ക. കാരണം ഇസ്രായേലും അമേരിക്കയും സംയുക്തമായിട്ട് ഇറാനെ ഇപ്പോഴും അതിക്രൂരമായിട്ട്, അല്ലാന്നുണ്ടെങ്കിൽ ഭയാനകമായിട്ട് അവർ ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, യുദ്ധം ചെയ്യുന്നുണ്ട്. അവിടെ നാശനഷ്ടങ്ങൾ സംഭവിപ്പിക്കുന്നുണ്ട്. പല ആണവ നിലയങ്ങളും പ്രതിരോധ മന്ത്രാലയങ്ങളും അതുപോലെ തന്നെ ഡിഫൻസും ആർമിയും എല്ലാം അവർ ആക്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അമേരിക്ക അത്ര പോലെ B2 ബോംബൊക്കെയാണ് ഇട്ടുകൊണ്ടിരിക്കുന്നത്. ബങ്കർ ബോംബുകൾ ഇട്ട് തകർക്കുന്ന അത്ര തോനെ 1000-ൽ കൂടുതൽ ആൾക്കാർ ഇപ്പോൾ അവിടെ
ആൾറെഡി മരിച്ചു കഴിഞ്ഞു ഇറാനിൽ. അപ്പോൾ അമേരിക്ക അത്രയും അധികം അമേരിക്ക അവിടെ ആക്രമിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അവർ ഇത്രയധികം പ്രതിരോധിക്കുന്നത്. അമേരിക്ക എത്രമാത്രം അവിടെ യുദ്ധം ചെയ്യുന്നു അതിനനുസരിച്ച് അവർ അയൽ രാജ്യങ്ങളിലുള്ള അമേരിക്കൻ ബേസുകൾ അവർ തകർത്തുകൊണ്ടിരിക്കും. ഇപ്പോൾ UAE-യിലും ഖത്തറിലും ദോഹയിലും കുവൈത്തിലും ഒക്കെ അവരുടെ ഡ്രോണുകളും മിസൈലുകളും ഫൈറ്റർ ജെറ്റുകളും വരുന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഇറാനിൽ അമേരിക്ക ഇസ്രായേൽ നല്ലപോലെ കൊടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ടാണ് അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഇവിടെ മിഡിൽ ഈസ്റ്റിൽ കാണുന്നത്. അതുകൊണ്ട് ഈ യുദ്ധം അവസാനിക്കുക അല്ലാതെ നമുക്ക് യാതൊരു സമാധാനം കിട്ടില്ല. കാരണം സ്വസ്ഥമായിട്ട് കടന്നുറങ്ങണമെന്നുണ്ടെങ്കിൽ, കാരണം നമ്മുടെ മലയാളികൾ ഭൂരിഭാഗം പേരും മിഡിൽ ഈസ്റ്റിലാണുള്ളത്, എസ്പെഷ്യലി UAE-യിൽ, അതുപോലെ തന്നെ ഖത്തർ, ഒമാൻ, ബഹ്റൈൻ, സൗദി അറേബ്യ ഇങ്ങനെയുള്ള ഗൾഫ് കൺട്രീസിലാണുള്ളത്. അപ്പോൾ അവർക്കൊരു സമാധാനം ഉണ്ടാവില്ല കടന്നുറങ്ങാൻ. അവരുടെ കുടുംബങ്ങൾക്കാണെങ്കിൽ അത്രയും അധികം ഒരു സമാധാനം ഇല്ലാത്ത, കിടന്നാൽ ഉറക്കം വരാത്ത പൊറുതിമുട്ടുന്ന ഒരു അവസ്ഥയാണ്. അപ്പോൾ എത്രയും പെട്ടെന്ന് യുദ്ധം അവസാനിക്കുകയാണ് വേണ്ടത്. കാരണം എന്തുകൊണ്ട് ഈ ഗൾഫ് അറബ് രാജ്യങ്ങൾ ഇതിനെ പ്രതിരോധിക്കുന്നില്ല എന്ന് വെച്ച് കഴിഞ്ഞാൽ, കാരണം ഇറാൻ എന്ന് പറയുന്നത് അവരുടെ ഒരു സഹോദര രാജ്യമാണ്. ഇറാൻ ആക്രമിക്കണമെന്ന് ഈ അറബ് രാജ്യങ്ങൾക്ക് ഒരു താല്പര്യവുമില്ല. അതുപോലെ തന്നെ ഇറാനും തൻ്റെ അയൽ രാജ്യമായിട്ടുള്ള സഹോദര രാജ്യങ്ങളായിട്ടുള്ള അറബ് രാജ്യങ്ങളെ ആക്രമിക്കണമെന്ന് യാതൊരു ലക്ഷ്യവും അതുപോലെ തന്നെ യാതൊരു താല്പര്യവുമില്ല. പക്ഷേ ഈ അമേരിക്കയുടെ സമ്മർദ്ദം, ഇസ്രായേലിൻ്റെ ഈ കൂട്ടക്കൊല കാരണം മാത്രമാണ് അവരിത് തകർക്കുന്നത്. അത് മനസ്സിലാക്കുന്നുണ്ട് അറബ് രാജ്യങ്ങൾ. അതുകൊണ്ടാണ് അവരിപ്പോഴും മൗനം പ്രാപിച്ചുകൊണ്ട് നിൽക്കുന്നത്. സിറ്റിസൻസിനെ ആക്രമിക്കാൻ തുടങ്ങിക്കഴിഞ്ഞാൽ എന്തായാലും പ്രതിരോധിച്ചേ പറ്റൂ. കാരണം അല്ലാണ്ട് നമുക്ക് യുദ്ധം അവസാനിക്കില്ല. ഇതിന് എനിക്ക് പറയാനുള്ളത്, എല്ലാ രാജ്യങ്ങളും കൂടിയിട്ട് ഇതിനെ എത്രയും പെട്ടെന്ന് തന്നെ അത് ഒരു ചർച്ചയിലോട്ട് കൊണ്ടുവരണമെന്നാണ് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്. അപ്പോൾ എല്ലാ രാജ്യങ്ങളും ചർച്ചയ്ക്ക് വിധേയമായിട്ട് യുദ്ധം അവസാനിപ്പിക്കണം. ഇറാൻ്റെ ലീഡറെ കൊന്നത് കൊണ്ട് അവർക്ക് എന്തായാലും ആ ദേഷ്യം ഉണ്ടാവും. അവർ ഇന്നല്ലെങ്കിൽ അപ്പം എന്തായാലും ഇറാനുമായിട്ടുള്ള ആ ഒരു ഇറാൻ്റെ റിവെഞ്ച് എന്തായാലും ഇറാൻ തീർക്കുന്നുള്ള കാര്യം ഷുവറാണ്. അയത്തുള്ള ഖമേനി നഷ്ടപ്പെട്ടതുകൊണ്ട് എന്തായാലും ആ ഒരു രോദനം അവരെന്തായാലും തീർക്കും എന്നുള്ള കാര്യം ഷുവറാണ്. അത് എങ്ങനെയായിരിക്കും അവരുടെ റിവെഞ്ച് നമുക്ക് പറയാൻ പറ്റില്ല. അപ്പം എന്തായാലും എത്രയും പെട്ടെന്ന് ഈ യുദ്ധം കാര്യങ്ങൾക്ക് അവസാനിച്ച് സാധാ ജീവിതത്തിലോട്ട് ബാക്ക് ടു നോർമൽ ലൈഫിലോട്ട് വരട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഈ ഒരു അവസരത്തിൽ. താങ്ക് യു ഫോർ വാച്ചിങ്.